ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന്റെ 10ാം ഭാഗമാണിത്. അബൂ ത്വാലിബിന് വാർദ്ധക്യം ബാധിച്ചു. തൊഴിലെടുക്കാൻ പ്രയാസമായി. വരുമാനം കുറഞ്ഞു. ഒരു വലിയ കുടുംബത്തെ സംരക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി. ജോലി ചെയ്ത് കുടുംബത്തെ സഹായിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനമെടുത്തു. ആടിനെ മേക്കലും കച്ചവടവുമാണ് പ്രധാന ജോലികൾ. സ്വന്തം കുടുംബത്തിലെ ആടുകൾ മേക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പകാലം മുതൽക്ക് തന്നെ പോകുമായിരുന്നു. വളർന്നപ്പോൾ മക്കാരായ ചിലരുടെ ആടുകൾ മേക്കുവാൻ നബി തങ്ങൾ പോയി. മറ്റുള്ളവരുമായി ചേർന്ന് ചില കച്ചവടങ്ങൾ നടത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പമായിരുന്നു ചില കച്ചവടങ്ങൾ നടത്തിയത്. കച്ചവട യാത്രകളും അദ്ദേഹം നടത്തി. മറ്റു പലരുമായി കൂട്ടുകച്ചവടവും നടത്തിയിട്ടുണ്ട്. നബി തങ്ങൾ കൂട്ടുകൂടാൻ ഏറ്റവും പറ്റിയ ആളാണ്. കച്ചവടം നടത്തിയ ചിലർ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ വിശ്വസ്തനാണെന്ന് പരക്കെ നബി തങ്ങൾ അറിയപ്പെട്ടു. മക്കയിലെ ധനികനായ കച്ചവടക്കാരിയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഉന്നത തറവാട്ടിൽ ജനിച്ച വനിത. 2 തവണ വിവാഹിതരായിട്ടുണ്ട്. ഭർത്താക്കന്മാരിൽ നിന്നും ധാരാളം സ്വത്ത് കിട്ടി. പാരമ്പര്യമായും കുറെ സമ്പത്തുണ്ട്. കച്ചവടത്തിൽ നിന്നും നല്ല ലാഭവും കിട്ടി. ഏറെ സമ്പന്നയാണ് അവർ. ഷാമിലേക്ക് വമ്പിച്ചൊരു കാഫിലെ അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഖദീജ ബീവി. വിശ്വസ്തനായൊരു മാനേജറെ അന്വേഷിക്കുകയാണ് അവർ. ഒരു ദിവസം അബൂ ത്വാലിബ് സഹോദരപുത്രനോട് പറഞ്ഞു, മകനെ, ഖദീജ വ്യാപാരി യാത്ര നടത്താൻ ഒരാളെ അന്വേഷിക്കുന്നു. ഞാൻ നിന്റെ കാര്യം അവരോട് സംസാരിക്കട്ടെ? അത് കേട്ടപ്പോൾ സഹോദരപുത്രൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. തനിക്ക് 25 വയസ്സായി. നല്ല ജോലി വേണം. ഏതായാലും ഇക്കാര്യം സംസാരിക്കാം. മോനെ, കാലം നമുക്ക് അനുകൂലമല്ല. ഞാൻ വൃദ്ധനായി. നിനക്കൊരു ജോലി വേണ്ടേ? എനിക്കൊരു ജോലി വേണം. അങ്ങ് പോയി സംസാരിക്കൂ. അബൂ ത്വാലിബ് വീട്ടിൽ നിന്നിറങ്ങി. പഴയതുപോലെ സഞ്ചരിക്കാനൊന്നും പറ്റുന്നില്ല. ഖദീജയുടെ വീട്ടിലെത്തി. മക്കയുടെ നായകൻ തന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. ഖദീജക്ക് വലിയ സന്തോഷമായി. ഖദീജ, നിങ്ങൾ കച്ചവട യാത്ര നടത്താൻ വിശ്വസ്തനായ ഒരാളെ അന്വേഷിക്കുന്നുണ്ടെന്ന് കേട്ടു. ഞാൻ മുഹമ്മദിനെ ഏർപ്പെടുത്തി തരാം. നീ വാഗ്ദാനം ചെയ്ത പ്രതിഫലം ഞാൻ അറിഞ്ഞു. മുഹമ്മദിന് കുറച്ച് കൂടുതൽ നൽകണം. തീർച്ചയായും ഞാനത് ചെയ്യാം. ഖദീജ സമ്മതിച്ചു. അബൂ ത്വാലിബ് അവിടെ നിന്നിറങ്ങി നേരെ വീട്ടിൽ ചെന്ന് സഹോദരപുത്രനോട് കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ഖദീജയോട് സംസാരിച്ചു. നിന്നെ കച്ചവടത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാമെന്നും അവർ സമ്മതിച്ചു. നല്ല പ്രതിഫലവും കിട്ടും. അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹമാണിതെന്ന് നീ കരുതിക്കോളൂ. ഖദീജക്ക് ബുദ്ധിമാനായ ഒരു അടിമയുണ്ടായിരുന്നു. കച്ചവട കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിരുന്ന ആളാണവർ. പേര് മൈസറ. അങ്ങനെ കാഫില പുറപ്പെടുകയായി. അൽ അമീൻ കച്ചവട സംഘത്തെ നയിക്കുന്നു. മൈസർ കൂടെയുണ്ട്. ഷാമിലേക്കുള്ള 2ാം യാത്ര. 12ാം വയസ്സിലെ യാത്രയിൽ കണ്ട സ്ഥലങ്ങൾ വീണ്ടും കൺമുന്നിൽ തെളിയുന്നു. വാദിൽ ഖുറ, മൈദൻ, സമൂദ് ദിനരാത്രങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. മൈസറയുടെ കണ്ണുകൾ എല്ലായിടത്തും എത്തുന്നുണ്ട്. അൽ അമീൻ സഞ്ചരിക്കുമ്പോൾ ഒരു മേഘം കൂടെ സഞ്ചരിക്കുന്നു. മേഘത്തിന്റെ തണലിലാണ് എപ്പോഴും. ഇത് മൈസറയെ അത്ഭുതപ്പെടുത്തി. അവർ വളരെ ദൂരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ വഴിക്കടവിൽ ഒരു ആശ്രമം കണ്ടു. നസ്തൂറ എന്ന പാതിരിയുടെ ആശ്രമം. പൂർവ്വവേദങ്ങളിലൂടെ അന്ത്യപ്രവാചകന്മാരുടെ ആഗമനത്തെ കുറിച്ച് മനസ്സിലാക്കിയ പണ്ഡിതനായിരുന്നു നസ്തൂറ. ആശ്രമത്തിനു സമീപം കാഫില ഇറങ്ങി. ഒരു മരത്തിന് ചുവട്ടിൽ അൽ അമീനും മൈസറയും ഇരുന്നു. നസ്തൂറ അവരുടെ സമീപത്തേക്ക് നടന്നു വന്നു. അൽ അമീനെ അവർ അടിമുടി നോക്കി. ആ മുഖത്ത് വല്ലാത്തൊരു വിസ്മയം. പേരും പിതാവിന്റെ പേരും മറ്റും ചോദിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നസ്തൂറ പറഞ്ഞു, ഈ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നത് ഒരു പ്രവാചകൻ തന്നെയാണ്. തൗറാത്തിൽ പറഞ്ഞ അതേ പ്രവാചകൻ ഇത് തന്നെയാണ്. മൈസർ അതിശയിച്ചിരുന്നു പോയി. ഒരു പ്രവാചകന്റെ കൂടെയാണോ താൻ യാത്ര ചെയ്യുന്നത്? മേഘം തണലിട്ട് കൊടുക്കുന്നത് വെറുതെയല്ല. മൈസറക്ക് പ്രവാചകനോട് എന്തെന്നില്ലാത്തൊരു ബഹുമാനം തോന്നി. അങ്ങനെ അവർ ഷാമിലെത്തി. ചന്തയിൽ കച്ചവട സാധനങ്ങൾ നിരത്തിവെച്ചു. അൽ അമീൻ എങ്ങനെയാണ് കച്ചവടം നടത്തുന്നതെന്ന് മൈസറ പ്രത്യേകം ശ്രദ്ധിച്ചു. സാധനങ്ങളുടെ മഹിമയൊന്നും അദ്ദേഹം വിളിച്ചു പറയുന്നില്ല. ഉള്ള കാര്യം പറയുന്നു. കിട്ടേണ്ട വില പറയുന്നു. അമിതമായ ലാഭക്കൊതിയൊന്നുമില്ല. സാധനങ്ങൾ വേഗം വിറ്റു തീർന്നു. നല്ല ലാഭവും കിട്ടുന്നു. വിചാരിച്ചതിലും നേരത്തെ കച്ചവടം തീർന്നു. മൈസറക്ക് വീണ്ടും അതിശയമായി. ഖദീജ കുറെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും മറന്നുപോയില്ല. എല്ലാം കൃത്യമായി വാങ്ങി. മൈസറ പറഞ്ഞു, യജമാനത്തിക്ക് വലിയ സന്തോഷമാകും. അങ്ങനെ മടക്കയാത്ര. അതും വളരെ സന്തോഷകരമായിരുന്നു. ഖദീജ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. കാഫില വരുന്നത് കാണാൻ വേണ്ടി മാളികയുടെ മുകൾ തട്ടിലാണ് അവർ നിന്നിരുന്നത്. കാഫില എത്തുന്നതിന് മുമ്പ് തന്നെ മൈസറ വീട്ടിലെത്തി ആഹ്ലാദപൂർവ്വം വിവരങ്ങൾ ഉണർത്തി. യജമാനത്തി, വലിയ അതിശയമായിരിക്കുന്നു. അൽ അമീന്റെ കാര്യം അതിശയം തന്നെ. യാത്രയിലുടനീളം മേഘങ്ങൾ തണലിട്ട് കൊടുത്തു. എങ്ങോട്ട് നീങ്ങിയാലും മേഘം കൂടെയുണ്ടാകും. എന്തൊരു നീതിമാൻ. കച്ചവടം പെട്ടെന്ന് തീർന്നു. വാങ്ങാൻ ഏൽപ്പിച്ച സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നസ്തൂറ പറഞ്ഞ കാര്യവും ധരിപ്പിച്ചു. നോക്കി നോക്കി നിൽക്കെ കാഫില ഇങ്ങെത്തി. ഖദീജ ആഹ്ലാദപൂർവ്വം ഓടിച്ചെന്ന് സ്വീകരിച്ചു. അൽ അമീൻ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? എല്ലാം വളരെ സുഖമായിരിക്കുന്നു. വിനീതമായ മറുപടി. വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നോക്കി. എല്ലാം താൻ വിചാരിച്ചതിനേക്കാൾ നന്നായിരിക്കുന്നു. അൽ അമീനും നേരത്തെ പറഞ്ഞ പ്രതിഫലം നൽകി. കൂടാതെ കുറെ പാരിതോഷികങ്ങളും. അടുത്ത വീഡിയോ പാർട്ട് 11 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.